ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ദേവയാനി ഇന്നാൾ കാണിച്ച ആ പ്രോപ്പർട്ടി ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞെന്നുള്ള കാര്യം. അതെന്തിനാ അവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. എന്തായാലും അവർക്ക് എന്തോ സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത്. മുഴുവനായിട്ടും കള്ളി വെളിച്ചത്താക്കാനായിട്ട് അവർ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയും അവിടെ ആ പ്രോപ്പർട്ടി ഒന്ന് കാണാനൊന്ന് സെറ്റ് ചെയ്യണമെന്ന് പറയും. ശരി, നോക്കട്ടെ മോളെ എന്ന് പറയുന്നുണ്ട് വേണു. രേവതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോള് പറഞ്ഞെന്ന്. അവർക്ക് ഇന്നാൾ നമ്മൾ കാണിച്ചു കൊടുത്ത ആ പ്രോപ്പർട്ടി ഒന്നുകൂടെ കാണണമെന്ന് ദേവയാനി പറഞ്ഞെന്ന്. അതെന്തിനാ അവരിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിനൊക്കെ പുറകിൽ ആ നയനയായിരിക്കും. മോളെ എങ്ങനെയും പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് ആ നന്ദുവിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനായിട്ട് അവൾ നോക്കുന്നത്. അത് തന്നെയാണ് കാരണം എന്നൊക്കെ പറയും. എന്തായാലും നമുക്കിപ്പോൾ ഇത് പ്രോപ്പർട്ടി കാണിച്ചേ പറ്റത്തുള്ളൂ. മോൾ അവിടെ എന്നാണ് സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം കുറച്ച് നാൾ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കള്ളമൊക്കെ പറഞ്ഞ് നിന്നല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പോകാമെന്ന് പറയും. എങ്ങനെയാണ് അത് ശരിയാകുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ രേവതിക്ക് ടെൻഷനാണ്. പിന്നീട് കാണിക്കുന്നത് അഭിയും നവിയും കുഞ്ഞുമായിട്ട് നവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ തന്നെ ഇവരെ കാണുന്ന ഉടനെ കനകയും ഗോവിന്ദനൊക്കെ അങ്ങോട്ട് ഓടി വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടുപേരുടെ മുഖം അത്ര തെളിയുന്നൊന്നുമില്ല കേട്ടോ അഭിയെ കാണുമ്പോഴത്തേന്. അപ്പം നവി പറയും, അവിടെ ആണെ ആകെ പ്രശ്നമാണ്, എല്ലാവർക്കും പല പല നിയമങ്ങളാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ അഭിയുടെ മുഖത്ത് അടിച്ചിരിക്കുന്നു മുത്തശ്ശൻ. അവൾ ചെറിയ തെറ്റാവൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അടിയൊക്കെ അടിച്ചെന്ന് പറയും. ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ, എന്തെങ്കിലും തക്കതായ കാരണം കാണുന്നു. വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു, അത് മാത്രമേ ചെയ്തുള്ളൂ. അത് നമുക്ക് ലാഭമായിട്ടുള്ള കാര്യം തന്നെയാണ്, അതൊന്നും പ്രശ്നമുള്ളതൊന്നും അല്ലെന്നൊക്കെയാണ് നവി പറയുന്നത്. അപ്പോഴത്തേനും ഉടനെ ഗോവിന്ദൻ പറയും, അതൊന്നും പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം മുത്തശ്ശൻ അങ്ങനെയൊന്നും ചെയ്യാറുള്ള ജുവലറി അല്ലല്ലോ, പിന്നെ നിങ്ങളായിട്ട് എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയെന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ അഭിക്ക് അങ്ങ് സംശയം തോന്നുന്നുണ്ട്, ഇവർക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം വന്ന്. അമ്മ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛനോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് ആദർശ് തന്നെ ഒപ്പിച്ചതായിരിക്കും, ആദർശിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയാണെന്നൊക്കെ പറയും. അപ്പോൾ നവി അകത്തേക്ക് പോകുമ്പോഴത്തേന് ആദർശിനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് അഭി. എന്നിട്ട് അഭി അകത്തേക്ക് അങ്ങ് പോകും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കുറ്റബോധമൊക്കെ കാണാറുണ്ട്, ഇവൻ്റെ മുഖത്ത് അതുപോലും കാണാറില്ലല്ലോ എന്ന്. അവൻ പഠിച്ച കളൻ ഗോവിന്ദേട്ട, അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവനെ തലയിൽ വെച്ച് നടക്കാൻ ഉരുത്തി എന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനും അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നവി ചായയൊക്കെ ഇട്ട് അഭിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ മാറ്റമുള്ള പോലെ തോന്നുന്നു, നയനെ ആദർശോട് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ എൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവരെ മാറ്റിയതാണെന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് നീ തന്നെ അതൊക്കെ എങ്ങനെയും ഒന്ന് തിരുത്തണമെന്നൊക്കെ പറയും. പിന്നെ നിങ്ങൾ വീട്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ 2 ഗ്രൂപ്പുണ്ട്, നയനയുടെയും ആദർശിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പും പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവരുടെ കുറച്ച് ഗ്രൂപ്പും. അതുകൊണ്ട് അനാമികയുടെ ഒക്കെ ഗ്രൂപ്പിൽ തന്നെയാണ് നീ നിൽക്കുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ എപ്പോഴും അവൾ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം അനാമികയുടെ കൂടെ നിൽക്കുന്നതെന്ന്. ചന്തുമോളെന്ന് പറയുന്ന കൊച്ചിനെ അവൾ തിരിഞ്ഞുപോലും നോക്കാറില്ല, നമ്മുടെ കുഞ്ഞിനെയാണ് അവൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ അഭിയും പറയുന്നുണ്ട്. എന്തായാലും നിനക്ക് വല്ലതും മേടിച്ചുകൊണ്ട് വരണം, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, വേണ്ട നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ച് മേടിച്ചുകൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അഭി അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. കനകയും ഗോവിന്ദനും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി ഇറങ്ങി വരുന്നത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ പോയി വെച്ച് വരാം അച്ഛ കമ്പനിയിലേക്ക് എന്നൊക്കെ പറയും. എന്തായാലും പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ തിരിമറിയൊന്നും നടത്തരുതെന്ന് തന്നെ ഗോവിന്ദൻ പറയും. അച്ഛൻ വന്നപ്പോഴും ഇതുപോലൊക്കെ പറഞ്ഞല്ലോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ആദർശ് ചെയ്ത പോലുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കല്യാണത്തിന് മുമ്പേ ഒരു പെൺകുട്ടിയെ ചതിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയവനല്ലേ അവനെന്നൊക്കെ പറഞ്ഞ് അങ്ങ് കത്തിക്കയറുകയാണ് അഭിയെ. അന്നത്തേന് കനകയ്ക്കും ഗോവിന്ദനും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേന് അങ്ങോട്ട് നന്ദു കയറി വരും. അപ്പം നന്ദു SI വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭി. എന്തായാലും കമ്പനി വലിയ തിരിമറിയൊക്കെ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് നന്ദുവും പറയും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വിത്തൗട്ട് ബില്ലിൽ ഒരു സ്വർണം കൊടുക്കുന്ന വലിയ തെറ്റാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അഭി ചെയ്ത തെറ്റ് മാത്രമേ എല്ലാവരും കാണാറുള്ളൂ, ഞാനൊരു പുറമ്പോക്കാണല്ലോ, ഞാനും എൻ്റെ അമ്മയും പുറമ്പോക്ക് ആയിട്ടാണ് ഇവർ കരുതുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ തെറ്റുകൾ ഉയർത്തി കാണിക്കാൻ എല്ലാവർക്കും ഉത്സാഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അഭി. ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൻ്റെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. കനകയും പറയും, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന്. എന്തായാലും ആദർശേട്ടനും നയനേച്ചിയും പറഞ്ഞതല്ലേ ഇതൊന്നും ആരോടും പറയണ്ടെന്ന്, അതുകൊണ്ട് മാത്രം നമുക്ക് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് അവർ വീണ്ടും കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കാൻ തുടങ്ങുകയാണ്. നന്ദു അപ്പം കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നൊക്കെ ഉണ്ട്. ദേവയാനിയെ പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് ഒരുങ്ങുകയാണ് വേണുവും രേവതിയും കൂടെ. അപ്പം രേവതിക്ക് ആകെ ടെൻഷനായി, എന്തായാലും പൊട്ടുവോ കാര്യങ്ങൾ, നമ്മൾ പറയുന്നതൊക്കെ അവർ വിശ്വസിക്കുമോ എന്നൊക്കെയാണ് രേവതിക്ക് ടെൻഷൻ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നമ്മൾ ഇത്രയും നാളും പലിശക്കാരെയൊക്കെ പറഞ്ഞ് പറ്റിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ഇവരെയും പറഞ്ഞ് പറ്റിക്കും. മാക്സിമം മോൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാമെന്നൊക്കെ പറയും. എങ്ങനെയും പൊട്ടിയ ആകെ പ്രശ്നമാകുമെന്നാണ് രേവതി
പലിശയുടെ ടെൻഷൻ. ആ പലിശക്കാരൻ്റെ കാര്യത്തിൽ മാത്രമുള്ള ആകെ ഒരു പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എമ്മണ്ടേ ഡീൽ ചെയ്ത് പോയേനെന്നൊക്കെയാണ് വേണു പറയുന്നത്. ആ സമയം അനാമിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ദേവയാനിയും നയനയും കൂടെയാണ് പോകാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ആ മോളെ നമുക്ക് പോകാമെന്നൊക്കെ പറയും. അനി വന്നില്ലല്ലോ വല്യമ്മയെന്ന് പറയുന്നുണ്ട് അനാമിക. അനിയൊന്നും വരണ്ട, നമുക്ക് പോയി കണ്ടേച്ച് വരാമെന്നൊക്കെ ദേവയാനി പറയും. എന്തായാലും മോക്ക് വീട് പണിയാനായിട്ടല്ലേ അച്ഛൻ ആ സ്ഥലമൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തൊരു വീട് പണിയണം. ഇവർക്കിപ്പോൾ ആകെ ഇച്ചിരി ടൈറ്റാണെന്നാണ് തോന്നുന്നത്. നമുക്ക് സഹായിക്കാമല്ലോ, ഇവർ രണ്ടുപേരുടെ ജീവിക്കാനുള്ള വീടല്ലേ എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് നിൽക്കുന്നത് ദേവയാനിയുടെ മുമ്പിൽ അനാമിക. നയനെ നോക്കുമ്പോഴത്തേന് അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തിയടി ഇതിനെല്ലാം കാരണം, നിൻ്റെ പ്ലാനായതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് വേണുവും രേവതിയും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പം രേവതി ചോദിക്കും, എൻ്റെ വേണുവേട്ട എങ്ങനെയായാലും ഈ സ്ഥലത്തിൻ്റെ ഓണർ എങ്ങാനും ഈ സമയത്ത് ഇങ്ങോട്ടെങ്ങാനും വരുമോയെന്ന്. അതൊന്നും വരത്തില്ല, അയാൾ അമേരിക്കയിലാന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെയാണ് ദേവയാനിയും നയനയും അനാമികയും എല്ലാം കൂടെ വന്നിറങ്ങുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോഴേ നയന ദേവയാനിയോട് പറയണ്ടോ, ഇത് വേറെ ആരുടെയോ പ്ലോട്ടാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. അതൊക്കെ മനസ്സിലായി, നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വേണു ചോദിക്കുന്നുണ്ട്, ദേവയാനി എങ്ങനെയാണ് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന്, എങ്ങനെ പ്രമാണമൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കും. ഇല്ല, 1 കോടി രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് വെച്ചതേ ഉള്ളൂ, ബാക്കി ഇനിയും കൊടുക്കണം. അമേരിക്കയിലാണ് ഇതിൻ്റെ ഓണർ, ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ, അന്നേരത്തേന് ബാക്കിയും കൂടെ സെറ്റിൽ ചെയ്യണം. ആ സ്വർണം വിറ്റത് തന്നെ അഡ്വാൻസ് കൊടുക്കാനായിരുന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയും, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്ത് ഒരു വീട് അങ്ങ് പണിതേക്കാമെന്ന് പറയും. നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ അത്ര പാപ്പരൊന്നും ആക്കണ്ടെന്ന് പറയും. എന്നാൽ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ നമുക്ക് കിരണിനെ ഏൽപ്പിക്കാമെന്ന്. ഉടനെ വേണു അങ്ങ് വീട്ടിലാവും. കിരണിനെ വേണ്ട, നമുക്കിപ്പം തൽക്കാലം ഏതെങ്കിലും കോൺട്രാക്ടറെ കൊടുത്താൽ മതിയെന്ന്. ഇവിടുത്തെ ലീഡിങ് കമ്പനിയാണ് കിരണിൻ്റെയും കല്യാണിൻ്റെയും, അതുകൊണ്ട് കിരണിൻ്റെ കൊടുത്താൽ മതിയെന്ന് ഉടനെ നയനയും പറയും. പിന്നെ ഇവർക്ക് താല്പര്യം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവർ വേറെ എവിടെയെങ്കിലും കൊടുക്കട്ടെ മോളെ എന്ന് ഉടനെ ദേവയാനി പറയും. എന്തായാലും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ദേവയാനിക്കെന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന് പറയും. ദേവയാനി ഞങ്ങൾ അത്ര പാപ്പരൊന്നും ആക്കണ്ടെന്ന് ഉടനെ വേണു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, ഉള്ളത് തുറന്ന് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോളും അതുപോലെ സാമ്പത്തികമുള്ളടത്തൊന്നും അല്ലല്ലോ, അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഇല്ലെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ലെന്നൊക്കെ പറയും. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, അനന്തപുരിക്കാരുടെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന പരുവത്തിലുള്ളത്ര സാമ്പത്തികം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് വേണു ഉടനെ തട്ടിവിടുന്നത്. എന്നാൽ ശരി ഞങ്ങൾ പോവാന്ന് പറഞ്ഞ ഉടനെ ഇവർ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അനാമിക പറയും, ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് പോയിട്ട് വന്നോളാം വല്യമ്മേന്ന്. ശരി മോടെ ഇഷ്ടമെന്ന് പറഞ്ഞ് നയനയും ദേവയാനിയും കൂടെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. നയന കാറിനടുത്ത് ചെല്ലുമ്പോഴത്തേന് പറയുന്നുണ്ട്, ഈ പ്രോപ്പർട്ടി വേറെ ആരുടേതോ ആണ്, ഇവർ നമ്മളെ കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. ഉടനെ ദേവയാനിയും പറയും, ശരിയാണ്, അതൊക്കെ ഉറപ്പുള്ള കാര്യമല്ലേന്ന്. എന്നാൽ ഞാനും ആദർശേട്ടനോട് ഇത് പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ടെന്ന് നയനയും പറയും. അപ്പോഴത്തേന് പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ടാണോ എന്നറിയത്തില്ല, അനാമയെ ഇങ്ങനെ ഞെട്ടി ഇവർക്കിട്ട് നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.